ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 7-ാം ഭാഗം. ഗുഹാവാസികൾ എത്ര വർഷം ഉറങ്ങി? ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഇന്ന് പ്രധാനമായും 2 തരം കലണ്ടറുകളാണ് നിലവിലുള്ളത്. ഒന്ന് ചന്ദ്ര കലണ്ടറും മറ്റൊന്ന് സൂര്യ കലണ്ടറും. ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറിന് ഹിജ്രി കലണ്ടർ എന്നും സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറിന് ഗ്രിഗോറിയൻ കലണ്ടർ എന്നും പറയാറുണ്ട്. ഹിജ്രി കലണ്ടർ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് അത് കാലഗണനയുടെ മാനദണ്ഡമായി എടുത്ത് ആ രൂപത്തിൽ ഒരു കലണ്ടർ ഉണ്ടാക്കുന്നത്. ഹിജ്രി കലണ്ടറിൽ 354 ദിവസങ്ങളാണ് ഒരു വർഷത്തിനുള്ളത്. ഗ്രിഗോറിയൻ കലണ്ടർ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ്. 16-ാം നൂറ്റാണ്ടിൽ പോപ്പ് ഗ്രിഗറി 13-ാമൻ്റെ കാലത്ത് ആണ് ആ കലണ്ടർ പരിഷ്കരിക്കുന്നത്. അത് ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണ് ഗ്രിഗോറിയൻ കലണ്ടറിലുള്ളത്. ഗ്രിഗോറിയൻ കലണ്ടർ അടിസ്ഥാനമാക്കുന്നത് ഈസാ നബിയുടെ അല്ലെങ്കിൽ ജീസസിൻ്റെ ജനനമാണെങ്കിൽ ഹിജ്രി കലണ്ടർ അടിസ്ഥാനമാക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണ്. അപ്പോൾ ഒന്ന് സോളാർ കലണ്ടറാണ്, മറ്റൊന്ന് ലൂനാർ കലണ്ടറാണ്. BCE 46-ൽ ജൂലിയസ് സീസറിൻ്റെ കാലത്താണ് സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ വരുന്നതും പരിഷ്കരിക്കുന്നതുമൊക്കെ. അതുവരെ പൊതുവെ ചാന്ദ്രിക കലണ്ടറായിരുന്നു ആളുകൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ 365 ദിവസമുള്ള കലണ്ടർ ജൂലിയസ് സീസറിൻ്റെ കാലത്താണ് ഒരർത്ഥത്തിൽ പരിഷ്കരിച്ച് നടപ്പാക്കുന്നത്. പിന്നീട് 16-ാം നൂറ്റാണ്ടിലാണ് പോപ്പ് ഗ്രിഗറി അതൊന്നുകൂടി പരിഷ്കരിച്ച് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന രൂപത്തിൽ വരുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ചെറിയ 365 എന്ന് പറയുന്ന ഈ വ്യത്യാസം അത് കൂടി വരും. അപ്പോൾ 15-ാം നൂറ്റാണ്ടായപ്പോൾ അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ ഇത് വലിയ വ്യത്യാസമായി. ഗ്രിഗറി 13-ാമൻ്റെ കാലത്ത് 1582-ൽ അങ്ങനെയാണ് ഈ കലണ്ടർ പരിഷ്കരിക്കുന്നത്. 10 ദിവസങ്ങൾ കലണ്ടറിൽ നിന്ന് വെട്ടിക്കുറച്ചു. അതനുസരിച്ച് 1582 ഒക്ടോബർ 4-ന് ശേഷം പിന്നീട് വന്ന 10 ദിവസങ്ങൾ ഒഴിവാക്കി. അതായത് ഒക്ടോബർ 4-ന് വ്യാഴാഴ്ചക്ക് ശേഷം വരുന്ന ദിവസം ഒക്ടോബർ 5 വെള്ളിയാഴ്ചയാണ് വരേണ്ടത്. പക്ഷേ ഒക്ടോബർ 4 വ്യാഴാഴ്ചക്ക് ശേഷം ഒക്ടോബർ 15 വെള്ളിയാഴ്ചയായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. 10 ദിവസം കലണ്ടറിൽ നിന്ന് വെട്ടിക്കളഞ്ഞു എന്നർത്ഥം. അങ്ങനെയാണ് ഗ്രിഗോറിയൻ കലണ്ടർ പരിഷ്കരിക്കുന്നത്. ഇത് ഇടക്കിടക്ക് വേണ്ടി വരും കുറേ കാലം കഴിയുമ്പോൾ, കാരണം ഈ വ്യത്യാസം വരുന്നതുകൊണ്ട്. നമ്മൾ സാധാരണ കലണ്ടറിൽ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് AD. AD എന്നാൽ അന്നോ ഡൊമിനി എന്നാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വർഷം എന്നാണ്. ഈ വാക്ക് ഉപയോഗിക്കുന്നതിൽ ചരിത്ര പണ്ഡിതരിൽ കുറേ വിഭാഗം ആളുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. കാരണം യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നവർക്കാണല്ലോ ദൈവത്തിൻ്റെ വർഷം എന്ന ഈ പദപ്രയോഗം ശരിയാവുക. അത് അംഗീകരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം AD എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പോയിന്റ്. സാധാരണ നമ്മൾ പറയാറുള്ളത് BC ബിഫോർ ക്രൈസ്റ്റ് എന്നും AD ആഫ്റ്റർ ഡെത്ത് എന്നുമാണ്. അങ്ങനെയല്ല. AD എന്ന് പറഞ്ഞാൽ അന്നോ ഡൊമിനി എന്നാണ്, അഥവാ ദൈവത്തിൻ്റെ വർഷം എന്നാണ്. അങ്ങനെയാണ് പിന്നെ പൊതുവിൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ടേമായ CE അഥവാ കോമൺ എറ എന്ന ഒരു ടേം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ CE അഥവാ കോമൺ എറ CEക്ക് മുമ്പാണെങ്കിൽ BCE ബിഫോർ കോമൺ എറ എന്ന് ഇപ്പോൾ പൊതുവെ ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്നുണ്ട്. AD എന്നതിന് പകരം CE എന്നും BC എന്ന് പറയുന്നതിന് പകരം BCE എന്നും ഉപയോഗിക്കാൻ തുടങ്ങി എന്നർത്ഥം. മുസ്ലിങ്ങൾ
ചന്ദ്രനെയും സൂര്യനെയും കൃത്യമായി നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. നമസ്കാരവും നോമ്പും പെരുന്നാളും ഹജ്ജുമൊക്കെ നിർണയിക്കുന്നതും നിശ്ചയിക്കുന്നതും സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനവുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അപ്പൊ നമസ്കാര സമയം സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നോമ്പും പെരുന്നാളും ഹജ്ജുമൊക്കെ ചന്ദ്രന്റെ ചലനവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ചലനവും ചന്ദ്രന്റെ ചലനവും ഒക്കെ കൃത്യമായി നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും മുസ്ലിങ്ങൾ ധാരാളമായി നടത്തുകയും ചെയ്തതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സൂര്യചന്ദ്രന്മാരുമായി ബന്ധപ്പെട്ട് പല അന്ധവിശ്വാസങ്ങളും നിലനിന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ സൂര്യഗ്രഹണമുണ്ടായി. അപ്പോൾ പല ആളുകളും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രൻ മരണപ്പെട്ടതിൽ അനുശോചിച്ചുകൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായത് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുകയാണ് ചെയ്തത്. ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ ലാ യഖ്സിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാത്തി. സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ട ആയത്തുകളാണ്. അത് ഏതെങ്കിലും ആളുടെ ജനനത്തിനോ മരണത്തിനോ അനുസരിച്ച് അതിന് ഗ്രഹണം ബാധിക്കുകയില്ല. ഫഇദാ റഅയ്തും ദാലിക ഫദ്കുറുല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർക്കണം. ഇമാം ബുഖാരിയുടെ വേറെ ചില റിപ്പോർട്ടിൽ ഫഇദാ റഅയ്തുമൂഹുമാ ഫസല്ലു, നിങ്ങൾ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഗ്രഹണ നമസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞതായി കാണാം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ രണ്ട് മഹത്തായ അനുഗ്രഹങ്ങൾ നൽകിയത്? സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു നമുക്ക് നൽകിയത് എന്തിനാണ്? അതിലെ പ്രധാനപ്പെട്ട ഒരു ഉപകാരം എന്ന് പറയുന്നത് കാലം കണക്ക് കൂട്ടാൻ കൂടി വേണ്ടിയാണ് സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ സൂറത്ത് യൂനുസിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഹുവല്ലദീ ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറ വഖദ്ദറഹു മനാസില ലിതഅലമു അദദസ്സിനീന വൽ ഹിസാബ്. സൂര്യനെ സ്വയം കത്തുന്ന ഒരു പ്രകാശമാക്കിയത് അള്ളാഹുവാണ്. ചന്ദ്രനെ അവനൊരു ശോഭയാക്കി മാറ്റിയിട്ടുണ്ട്. അതിനെ ഘട്ടങ്ങൾ നിർണയിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിന് വേണ്ടി. അപ്പൊ എന്തിനാണ് അള്ളാഹു സൂര്യനെയും ചന്ദ്രനെയും പടച്ചത്? ലിതഅലമു അദദസ്സിനീന വൽ ഹിസാബ്, നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കുമൊക്കെ അറിയുന്നതിന് വേണ്ടി. സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു 5-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരു കണക്കനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. കൃത്യമായ കണക്കുണ്ട് ഇതിൻ്റെ സഞ്ചാരത്തിന് എന്നർത്ഥം. ഇനി നമ്മൾ സൂറത്തുൽ കഹ്ഫിലെ ഈ ആയത്ത് ഒന്ന് വായിച്ചു നോക്കുക. കാലഗണനയുടെ ഒരു അത്ഭുത ലോകം നമുക്ക് മുമ്പിൽ തുറന്നു വരും. നമുക്കെല്ലാവർക്കും, നമുക്ക് മിക്ക ആളുകൾക്കും അറിയുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ കഹ്ഫ്. وَلَبِثُوا فِي كَهْفِهِمْ 300 سِنِينَ وَازْدَادُوا 9. അവർ തങ്ങളുടെ ഗുഹയിൽ 300 കൊല്ലം താമസിച്ചു. മറ്റു ചിലർ അതിൽ 9 വർഷം കൂട്ടി. അപ്പോൾ 300 കൊല്ലമാണ് ഗുഹയിൽ ആ ചെറുപ്പക്കാർ. ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബിറബ്ബിഹിം എന്നല്ലാഹു പറഞ്ഞില്ലേ? അവരൊരു പറ്റം ചെറുപ്പക്കാരായിരുന്നു, അള്ളാഹുവിൽ വിശ്വസിച്ച, എന്നിട്ട് അള്ളാഹു ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്ത ഒരു പറ്റം ചെറുപ്പക്കാർ. അവരെത്ര കൊല്ലമാണ് ഈ ഗുഹയിൽ കിടന്നുറങ്ങിയത് എന്ന കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ 2 അഭിപ്രായങ്ങളുണ്ടായി. ഒരു കൂട്ടർ പറഞ്ഞു 300 കൊല്ലമാണ് അവർ ആ ഗുഹയിൽ കിടന്നുറങ്ങിയത്. എന്നാൽ വസ്ദാദു 9, അവരിൽ ചിലർ 9 കൊല്ലം കൂട്ടിപ്പറഞ്ഞു. അപ്പോൾ 300 കൊല്ലം എന്ന് പറഞ്ഞവരും
309 കൊല്ലം എന്ന് പറഞ്ഞവരും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്താണ് ഈ 300 കൊല്ലവും 309 കൊല്ലവും തമ്മിലുള്ള ബന്ധം? 300 സൂര്യവർഷവും 309 ചന്ദ്രവർഷവുമാണ് അത് എന്ന് നമുക്ക് കണക്ക് കൂട്ടിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഓരോ 100 സൂര്യവർഷം കഴിയുമ്പോഴും ചന്ദ്രവർഷത്തിൽ 3 വർഷം അധികം വരും. എന്ന് പറഞ്ഞാൽ 100 സൂര്യവർഷം കഴിയുമ്പോൾ 103 ചന്ദ്രവർഷമായിട്ടുണ്ടാകും. അപ്പോൾ 300 സൂര്യവർഷം പിന്നിടുമ്പോൾ അത് 309 ചന്ദ്രവർഷമാകും. ഒരു സൂര്യവർഷത്തിൽ ഏകദേശം 11 ദിവസം കുറവായിരിക്കും ചന്ദ്രവർഷത്തിന്. ഒരു സൂര്യവർഷത്തിന്റെ 11 ദിവസം കുറവായിരിക്കും അതേ വർഷത്തിലെ ചന്ദ്രവർഷത്തിൽ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടാണ് അന്നത്തെ ആ അസ്ഹാബുൽ കഹ്ഫിന്റെ അവരുറങ്ങിയ കൊല്ലം ആ നാട്ടിൽ ചന്ദ്രന്റെയും സൂര്യന്റെയും കാലഗണന അനുസരിച്ച് ആളുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ വരച്ച് കാണിച്ചത്. ചില ആളുകൾ പറഞ്ഞു 300 കൊല്ലം, വേറെ ചില ആളുകൾ പറഞ്ഞു അല്ല 309 കൊല്ലം. ചില ആളുകൾ സൂര്യനനുസരിച്ച് സൂര്യ കലണ്ടർ അനുസരിച്ചാണ് 300 കൊല്ലം എന്ന് പറഞ്ഞത്. മറ്റു ചിലർ ചന്ദ്ര കലണ്ടർ അനുസരിച്ചാണ് 309 കൊല്ലം എന്ന് പറഞ്ഞത്. എത്ര കൃത്യമാണ്! സുബ്ഹാനല്ലാഹ്, എത്ര അത്ഭുതകരവും എത്ര കൃത്യവുമാണ് ഖുർആനിലെ ഓരോ പ്രയോഗങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.